ഇന്ന് നമുക്ക് കരിവല്ലൂരിന്റെ കഥ കേൾക്കാം. കരിവല്ലൂരിന്റെ സ്വന്തം ഭൂതത്തിന്റെ കഥ. നമ്മുടെ കരിവല്ലൂരിൽ പണ്ട് പണ്ട് പറയേണ്ട കുന്നിന്റെ മുകളിലായ ഒരു ഭൂതം താമസിച്ചിരുന്നു. കുട്ടികൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു പാവം ഭൂതം. നമ്മുടെ നങ്ങേലി മുത്തശ്ശിയുടെ ചെറുപ്പകാലമായിരുന്നു അത്. ഒരുപാട് പ്രാർത്ഥനകളുടെ ഫലമായി നങ്ങേലി അമ്മയ്ക്കൊരു പൊന്നുണ്ണി പിറന്ന കാലം. ഒരുപാട് സ്നേഹത്തോടെ വളർത്തിയ ഉണ്ണി അങ്ങനെ പള്ളിക്കൂടത്തിൽ പോകാൻ പ്രായമായി. അങ്ങനെ ഒരു നാൾ ഭൂതം ഉണ്ണിയെ കാണാനിടയായി. സുന്ദരനായ ഉണ്ണിയെ സ്വന്തം ഉണ്ണിയായി വളർത്തണമെന്ന് ഭൂതത്തിനൊരു ആഗ്രഹം തോന്നി. പക്ഷേ തന്റെ പേടിപ്പിക്കുന്ന രൂപം കണ്ടാൽ ഉണ്ണി ഭയക്കുമെന്ന് ഭൂതം വേദനയോടെ മനസ്സിലാക്കി. അതുകൊണ്ടൊരു സുന്ദരിയായ യുവതിയുടെ വേഷത്തിൽ ഭൂതം ഉണ്ണിയുടെ അരികിലെത്തി. പൂമ്പാറ്റകളും പൂക്കളും നിറഞ്ഞ ഒരു കുന്ന് മാന്ത്രിക വിദ്യ കൊണ്ട് അവന് കാട്ടിക്കൊടുത്തു. അങ്ങനെ ഉണ്ണി ഭൂതത്തോടൊപ്പം സന്തോഷത്തോടെ ചെന്നു. കളിപ്പിച്ചും കഴിപ്പിച്ചും ഭൂതം ഉണ്ണിയെ നല്ലവണ്ണം നോക്കി. ക്ഷീണത്താൽ തന്റെ മടിയിൽ കിടന്നുറങ്ങുന്ന ഉണ്ണിയെ വാത്സല്യത്തോടെ നോക്കി ഭൂതം അങ്ങനെ ഇരുന്നു. നേരം വൈകി. ഉണ്ണിയെ തേടി നങ്ങേലിയമ്മ അവിടെ എത്തി. നങ്ങേലിയമ്മ ഉണ്ണിക്കായി ഭൂതത്തോട് അപേക്ഷിച്ചു. എന്നാൽ ഒരു പൊന്നു നിറയെ സ്വർണങ്ങളും രത്നങ്ങളും കാട്ടി ആ അമ്മയോട് ഉണ്ണിക്ക് പകരം ഇത് എടുത്തോളൂ എന്നായി ഭൂതം. തന്റെ 2 കണ്ണുകളും ചൂഴ്ന്നെടുത്ത് ഭൂതത്തിന് മുന്നിൽ വെച്ച ശേഷം നങ്ങേലിയമ്മ പറഞ്ഞു, അല്ലയോ ഭൂതമേ, എന്റെ നേത്രങ്ങളെക്കാൾ വലുതാണ് എനിക്കെന്റെ ഉണ്ണി. കണ്ണുകൾ നഷ്ടപ്പെട്ട അമ്മയ്ക്ക് ഉണ്ണിയെപ്പോലൊരു മരപ്പാവയെ കൊടുത്ത് ഭൂതം ഒരു ശ്രമം കൂടെ നടത്തി. ചതി മനസ്സിലാക്കിയ ആ അമ്മ ഭൂതത്തെ ശപിക്കാൻ ഒരുങ്ങി. ആ ശാപത്തിന്റെ കാഠിന്യം തനിക്ക് താങ്ങാനാകില്ലെന്ന് മനസ്സിലാക്കിയ ഭൂതം നിറ കണ്ണുകളോടെ ഉണ്ണിയെ വാരിപ്പുണർന്ന് ഉമ്മ വെച്ചതിനു ശേഷം നങ്ങേലിയമ്മയ്ക്ക് തിരികെ നൽകി. തുടർന്ന് കാഴ്ച തിരികെ നൽകി ആ അമ്മയോടായ ഭൂതം 2 വരങ്ങൾ ചോദിച്ചു. എല്ലാ വർഷവും മകരക്കൊയ്ത്ത് കഴിഞ്ഞു വരുന്ന വിശേഷമാണ്. Follow Kanavu Katha's official Instagram page and subscribe our YouTube channel for more interesting videos.